ഹായ്, ഏവർക്കും ക്രിയേറ്റീവ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസി സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. നമുക്കറിയാം ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട് എന്നുള്ളത്. ഇതെന്താണെന്ന് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, പിന്നെ എന്താണ് ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. വേരിയസ് അക്കൗണ്ടിങ് ആസ്പെക്റ്റിൽ ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരിയഡ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ്, റിയലൈസേഷൻ, ആക്രുവൽ, മാച്ചിങ്. ഇത്രയും കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അക്കൗണ്ടിങ് കോൺസെപ്റ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, accounting concept refers to the basic assumption, rules and principles which work as the basis of recording of business transaction and preparing accounts. So accountancyയിൽ നമ്മൾ എങ്ങനെ പ്രോബ്ലംസ് ഒക്കെ റെക്കോർഡ് ചെയ്യാം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിലയിരുത്തിക്കൊണ്ട് നമ്മളതിനെ ആ ഓരോ അക്കൗണ്ട്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് റെഫേഴ്സ് ടു ദ ബേസിക് അസംഷൻസ്. എന്തൊക്കെയാണ് ബേസിക് അസംഷൻസ് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സോ അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടൻസിയിൽ ഓരോ പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, the main objectives is to maintain uniformity and consistency in accounting records. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഫോർമാലിറ്റിയും അതുപോലെ തന്നെ യൂണിഫോമിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. ദീസ് കോൺസെപ്റ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ദ വെരി ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഓൾ ദ കോൺസെപ്റ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഓവർ ദ ഇയർ ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് ദസ് ദേ ആർ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ദ റൂൾസ്. സോ എന്താണ് ഇവിടെ പറയുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ ഡെവലപ്പ് ചെയ്തതിനനുസരിച്ച് തന്നെ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിൻ്റെ ഗോൾഡൻ റൂൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ പ്രോബ്ലംസും നമ്മൾ ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ കോൺസെപ്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നുള്ളത്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ബിസിനസ് എൻ്റർപ്രൈസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓണർ തന്നെ ആവണം എന്നില്ല ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓണർ വേറെ ആയിരിക്കും, ബിസിനസ് റൺ ചെയ്യുന്ന ആൾ വേറെ ആയിരിക്കും. ദസ് ദ ബിസിനസ് ആൻഡ് പേഴ്സണൽ ട്രാൻസാക്ഷൻ ഓഫ് ഇറ്റ്സ് ഓണർ ആർ സെപ്പറേറ്റ്. രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. വെൻ ദ ഓണർ ഇൻവെസ്റ്റ് മണി ഇൻ ദ ബിസിനസ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ആസ് ലയബിലിറ്റി ഓഫ് ദ ബിസിനസ് ടു ദ ഓണർ. ഓണറിന് നമ്മൾ തിരികെ കൊടുക്കേണ്ടതാണ്, അല്ലേ? ഇപ്പോൾ ഒരു 5 lakh rupees നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ബാങ്കോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓണർ തന്നെ ആയിക്കോട്ടെ, അയാൾക്ക് എവിടെ നിന്നാണെങ്കിലും ഈ 5 lakh rupees നമുക്ക് കിട്ടിയത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ബട്ട് അയാൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എന്തായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, ലയബിലിറ്റി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്യാപിറ്റൽ, മൂലധനമായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബിസിനസ്, അതായത് 1 year അല്ലെങ്കിൽ 2 year അല്ലെങ്കിൽ എപ്പോഴാണോ ആ പീരിയഡ് നോക്കുന്നത്, അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ആ പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി നമ്മൾ ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സിമിലർലി വേറൊരു ഇത് പറയുന്നുണ്ട്. വെൻ ദ ഓണർ ടേക്സ് എവേ ഫ്രം ദ ബിസിനസ് ക്യാഷ് ഓർ ഗുഡ്സ് ഫോർ ഹിസ് ഓർ ഹർ പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ബിസിനസ് എക്സ്പെൻസ്. അപ്പോൾ സ്വന്തമായിട്ട് ആവശ്യത്തിന് വേണ്ടി ക്യാഷ് ആയിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തുകയോ ഗുഡ്സോ അത് നമ്മൾ എന്തായിട്ട് റെക്കോർഡ് ചെയ്യില്ല, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യില്ല. കാരണം എന്താണ്, അത് അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല.
Thus, the accounting records are made in the books of accounts from the point of view of the business unit and not the person owning the business. This concept is very basis of accounting. അപ്പോൾ ഒന്നുമില്ല, ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്, അതായത് ഒരു ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന എമൗണ്ടോ ഗുഡ്സോ ആയിക്കോട്ടെ, അത് ഏത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യില്ല, നമ്മൾ ഈ പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് മേ ബി ജേണലാവാം, അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് ആവാം, ഏതോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ആയിക്കോട്ടെ, ബട്ട് അതെന്ത് ചെയ്യുന്നില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, എൻ്റെ മെയിൻ കോൺസെപ്റ്റ് കിട്ടിയാൽ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, സിഗ്നിഫിക്കൻസും നമ്മൾ മേലെ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് തന്നെയാണ് സിഗ്നിഫിക്കൻസിലും വരുന്നത്. ഇനി സെക്കൻഡ് വണ്ണാണ് എന്താണ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഇതിൽ അസൈൻമെൻറ്റിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. ദിസ് കോൺസെപ്റ്റ് അസ്യൂം ദറ്റ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ഇൻ ടേംസ് ഓഫ് മണി. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും, ബിസിനസ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്, പ്രോഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ കൂടുതലായിട്ട് എന്ത് ഡീലിങ്സ് ആണ് നടക്കുന്നത്, ക്യാഷ് ഡീലിങ്സ് അല്ലെങ്കിൽ മണി ഡീലിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ കറൻസി ഓഫ് എ കൺട്രി. ഓരോ കൺട്രിയിലും ഓരോ കറൻസി ബേസ് ചെയ്തിട്ടായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കൺട്രിയിൽ ഏതാണ് അറിയപ്പെടുന്നത്, കറൻസി എന്ന് പറയുന്നത് റുപ്പീസിലൂടെയാണ് നമ്മൾ അറിയുന്നത് അല്ലേ. ദസ് ആസ് പെർ ദ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മണി ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ മണി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അതായത് എന്താണ്, ഗുഡ് റെപ്യൂട്ടേഷൻ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താണ് സിൻസിയറിറ്റി, സത്യസന്ധതയൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇതിൽ റെക്കോർഡ് ചെയ്യേണ്ടതൊന്നുമില്ല. ഇത് മണിയായിട്ട് റെക്കോർഡ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഈ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട് സെയിൽ ഓഫ് ഗുഡ്സ്, പിന്നെന്താണ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, റെന്റ് പെയ്ഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മണി ആയതുകൊണ്ട് തന്നെ ആൻഡ് ദീസ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ബട്ട് ദ ട്രാൻസാക്ഷൻ cannot be expressed in monetary terms are not recorded in the books of accounts. അപ്പോൾ മോണോട്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, സിൻസിയറിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോയാലിറ്റി, ഹോണസ്റ്റി ഓഫ് എംപ്ലോയി ആർ നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യം, ബിക്കോസ് ദീസ് കനോട്ട് ബി മെഷർ ഇൻ ടേംസ് ഓഫ് മണി. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മണി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പം ബിസിനസ് റൺ ചെയ്യണം തന്നെ എന്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടാണ്, പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് റൺ ചെയ്യുന്നത് അല്ലേ. അപ്പം മണി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്താൽ മാത്രമേ അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഓരോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ് ഈ സിഗ്നിഫിക്കൻസിലും കൊടുക്കുന്നത്. അടുത്ത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബിസിനസ് ഫേം വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റി. അപ്പോൾ ഗോയിങ് ഓൺ മാലയായിട്ട് ഇങ്ങനെ പോവുകയാണ്, ചെയിൻ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ്, കണ്ടിന്യൂറ്റി ഉണ്ടാവും ബിസിനസ്സിൽ. ഓക്കെ, ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റി ഫോർ ആൻ ഇൻഡിഫൈൻഡ് പീരിയഡ് ഓഫ് ടൈം. അവിടെ എന്തില്ല, എൻഡ് ഓഫ് പീരിയഡ് ഇല്ല, ഇറ്റ്സ് ഗോയിങ് ഓൺ ആണ്. ഓക്കെ, അപ്പോൾ സിംപ്ലി സ്റ്റേറ്റഡ് ഇറ്റ് മീൻസ് ദാറ്റ് എവറി ബിസിനസ് എൻറ്റിറ്റി ഹാസ് കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ്. അപ്പം കണ്ടിന്യൂറ്റി നമുക്ക് എന്താണ് പറയുന്നത്, അത് ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്, അവിടെ ഡിസോൾവ് ആവുന്നില്ല. ദസ് ഇറ്റ് വിൽ നോട്ട് ബി ഡിസോൾവ് ഇൻ നിയർ ഫ്യൂച്ചർ. അടുത്ത കാലത്തൊന്നും ആ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ബിസിനസ് എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അസംഷൻ ഓഫ് അക്കൗണ്ടിങ്. സോ ഇത് ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണെന്ന് പറയാം. ഗോയിങ് കൺസേൺ മീൻസ് തുടർച്ചയായിട്ട് പോയിക്കൊണ്ട് ഇരിക്കുക. ഓക്കെ, സിഗ്നിഫിക്കൻസ് സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ്, വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഞാൻ
കോൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. അപ്പോൾ ഓൾ ദ ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓൺ ദ അസംഷൻ ദാറ്റ് പ്രോഫിറ്റ് ഓൺ ദീസ് ട്രാൻസാക്ഷൻ ആർ ടു ബി അസർട്ടൈൻഡ് ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ്. നമ്മൾ ഓരോ അക്കൗണ്ടിങ് പീരിയഡിലും അല്ലെങ്കിൽ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ആയിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലേ. പ്രോഫിറ്റ് ഓൺ ദീസ് ട്രാൻസാക്ഷൻ ആർ ടു ബി അസർട്ടൈൻഡ് ഫോർ എ സ്പെസിഫൈഡ് പീരിയഡിന് മാത്രമായിരിക്കും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ പെർട്ടിക്കുലർ പീരിയഡിൽ വരുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പീരിയഡാണ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. Thus, this concept requires that a balance sheet and profit and loss account should be prepared at regular intervals. ചില സ്ഥാപനങ്ങളൊക്കെ 3 മാസം 6 മാസം 9 മാസം 1 ഇയറിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്താൽ തന്നെ അവിടെ എറേഴ്സും ഫ്രോഡ്സും ഒന്നും നടക്കാതെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് നെസസറി ഫോർ ഡിഫറെൻറ്റ് പർപ്പസ് ലൈക്ക് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ ബാലൻസ് ഷീറ്റ് അസർട്ടൈൻ ചെയ്യാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടാക്സ് കമ്പ്യൂട്ടേഷൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടി എളുപ്പമായിരിക്കും ഈ റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, മെയിനായിട്ട് എറേഴ്സും ഫ്രോഡ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അക്കൗണ്ടിങ് പീരിയഡ് എപ്പോഴാണ് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു പീരിയഡ് ഇറ്റ് മേ ബി ഫോർ 1 ഇയർ ആവാം, 6 ഇയേഴ്സ്, 3 മന്ത്സ്, 9 മന്ത്, 1 മന്തിലും കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടാകും. ഓക്കെ, അടുത്ത അക്കൗണ്ടിങ് കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റ് തന്നെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം കോസ്റ്റ് വില അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ അസെറ്റ്സ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദെയർ പർച്ചേസ് പ്രൈസിലായിരിക്കും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്തു, അപ്പോൾ അവിടെ ഹോൾസെയിൽ ബേസ് ചെയ്തിട്ട് തരുന്ന റേറ്റ് എത്രയാണോ ആ റേറ്റാണ് പറയുന്നത്. ഓക്കെ, that all assets are recorded in the books of accounts at their purchase price. പർച്ചേസ് ചെയ്ത പ്രൈസ് എവിടെ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ പ്രൈസാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. വിച്ച് ഇൻക്ലൂഡഡ് കോസ്റ്റ് ഓഫ് അക്യൂസിയേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ആൻഡ് നോട്ട് അറ്റ് ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിലല്ല റെക്കോർഡ് ചെയ്യുന്നത്, പർച്ചേസ് പ്രൈസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എന്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു, കോസ്റ്റിൻ്റെ അക്യൂസേഷൻ എത്രയാണെന്ന്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അതായത് ട്രാൻസ്പോർട്ട് എത്ര ദൂരത്തുനിന്ന് പോകുന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് വരും, പിന്നെ കയറ്റുകൂലി ഇറക്കുകൂലി ഒക്കെ വരും, അതിന് ഇൻസ്റ്റാളേഷൻ കേട്ടോ. ഇറ്റ് മീൻസ് ദാറ്റ് ഫിക്സഡ് അസറ്റ് ലൈക്ക് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് എ പ്രൈസ് പെയ്ഡ് ഫോർ ദം. For example, a machine was purchased by XYZ Limited rupees 5 lakh for manufacturing shops. An amount of rupees 1000 were spent on transporting the machine to the factory site. In addition, 2000 were spent on its installation. The total amount at which the machine will be recorded in the books of account would be the sum of these items. ഇത് മൊത്തം ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ മെഷീൻ്റെ റേറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് കോസ്റ്റ് ഈസ് നോൺ ആസ് ഹിസ്റ്റോറിക് കോസ്റ്റ്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഓവറോൾ വരുന്ന എക്സ്പെൻസ് മൊത്തം എഴുതി റെക്കോർഡ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നും പറയുന്നത്. സപ്പോസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സെയിം ഈസ് നൗ 90,000, ഇറ്റ് വിൽ നോട്ട് ബി ഷോൺ അറ്റ് ദിസ് വാല്യൂ. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് 90,000 ആണെങ്കിൽ അതായിരിക്കില്ല ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്നത്, അതായത് ഓരോ ബിസിനസ്സുകാർക്കും വന്നിട്ടുള്ള എക്സ്പെൻസ് എന്താണോ അതൊക്കെ മീറ്റ് ചെയ്തിട്ടായിരിക്കും ഇതെന്ത് ചെയ്യുന്നത്, പ്രൈസ് ഓരോ കസ്റ്റമേഴ്സിലേക്കും എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ മേടിക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ വിലയായിരിക്കും. അതെന്തുകൊണ്ടാണ്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ അവരെ ചിലവും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സിഗ്നിഫിക്കൻസ് സെയിം തന്നെയാണ്. അതിനടുത്ത ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്താണ്? is the foundation or basic principles of accounting. It provides the very basis of recording business transaction in the books of account. This concept is
അസ്യൂം ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ ആസ്പെക്ട്. എല്ലാ ട്രാൻസാക്ഷനും എന്തുണ്ട്? ഡ്യുവൽ ആസ്പെക്ട് ഉണ്ട് അല്ലേ. ഇറ്റ് എഫക്ട്സ് 2 അക്കൗണ്ട്സ്. 2 അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും ആണ്. ദെയർഫോർ ദ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡ് അറ്റ് 2 places. ഇറ്റ് മീൻ ബോത്ത് ദ ആസ്പെക്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പർച്ചേസ്ഡ് ഗുഡ്സ്, സാധനം വാങ്ങി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വന്നു? സാധനം വന്നു, നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഒന്ന് പോയാൽ ഒന്ന് വരും. ഡെബിറ്റ് വന്നാൽ ക്രെഡിറ്റ് ആകും, ക്രെഡിറ്റ് ആയാൽ ഡെബിറ്റ് ആകും എന്നുള്ളതാണ്. അതിന് പകരം വേറെ എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നാണ് നമുക്ക് ഇക്വേഷൻ തരുന്നത്. മേ ബി ഇത് 1 മാർക്കിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിൽ ചോദിച്ചു എന്ന് വരയ്ക്കാം. അപ്പോൾ ചിലപ്പോൾ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ലയബിലിറ്റിനോട് അസറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. ചിലപ്പോൾ ലയബിലിറ്റി ഈസ് ഈക്വൽ ടു എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അസറ്റ് മൈനസ് ക്യാപിറ്റൽ എന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് നമ്മുടെ അതിൻ്റെ ഉത്തരം ഒരു എക്സാമ്പിൾ ഇട്ട് കാണിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ നമ്മൾ പേപ്പർ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആസ്തി എപ്പോഴും നമ്മളുടെ ലയബിലിറ്റിയും ക്യാപിറ്റലും കൂടി യോജിക്കുമ്പോൾ കിട്ടുന്ന ഒരു തുകയായിരിക്കണം എപ്പോഴും അസറ്റിനോട് ഈക്വൽ ആവേണ്ടത്. ഓക്കെ, അടുത്ത് റിയലൈസേഷൻ കോൺസെപ്റ്റ്. This concept states that revenue from any business transaction should be included in the accounting record only when it is released. The term realization means creation of legal right to receive money. ഇതും നമ്മുടെ ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ചോദ്യം തന്നെയാണ്. എന്താണ്? മണി ഇൻ ടേം, വേറൊരു രീതിയിൽ നമ്മുടെ ട്രാൻസാക്ഷൻ റവന്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് റിസീവ് ആവുന്ന സമയം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെല്ലിംഗ് ഗുഡ് ഈസ് റിയലൈസേഷൻ, റിസീവിങ് ഓർഡർ ഈസ് നോട്ട്. അപ്പോൾ എന്താണ്? ഓർഡർ കിട്ടിയോ കിട്ടിയില്ലോ അത് നമുക്ക് കാര്യമാക്കണം, പക്ഷേ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടിയത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റവന്യൂ സെറ്റ് ടു ഹാവ് ബീൻ റിയലൈസ്ഡ് വെൻ ക്യാഷ് ഹാസ് ബീൻ റിസീവ്ഡ്. ക്യാഷ് കിട്ടിയാൽ മാത്രമേ നമുക്കത് റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നമ്മൾ സാധനം സെയിൽ ചെയ്തു, പക്ഷേ പൈസ ക്രെഡിറ്റിലാണ് നമ്മൾ ചെയ്തിട്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ നോക്ക്. NP Jeweler received an order to supply gold ornament worth rupees 5 lakh. They supplied ornament worth rupees 2 lakh. 2 lakhന് സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ് ടു ഇയർ എൻഡിങ് 31st December 2013. പക്ഷേ ബാക്കി അവരെന്താ ചെയ്യുന്നത്? 2014 അവരെന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2013 നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ 2 lakhs മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, 5 lakh എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. അടുത്ത accrual concept. The meaning of accrual is something that becomes dual, especially an amount of money that is yet to be paid or received at the end of the accounting period. അപ്പോൾ എന്താണ്? പേ ചെയ്താലും റിസീവ് ചെയ്താലും അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരിയഡിലാണ് അത് എന്ത് ചെയ്യുന്നത്? ക്ലോസ് ചെയ്യുന്നത്. ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 month കഴിഞ്ഞ് തരാമെന്ന് പറയും. ആ പീരിയഡിൽ വരുന്ന എമൗണ്ട് ആയിക്കോട്ടെ അത് നമ്മൾ റെക്കോർഡ് ചെയ്താലും മതിയാവും. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരിയഡിൽ നമുക്ക് എമൗണ്ട് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്താൽ മതി? റെക്കോർഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ദറ്റ് റവന്യൂ ആർ റെക്കഗ്നൈസ്ഡ് വെൻ ദേ ബിക്കം റിസീവബിൾ. എപ്പോഴാണോ കിട്ടുന്നത് അപ്പുറം നമ്മൾ റെക്കോർഡ് ചെയ്യുക. ദോ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട്, received and the expense are recognized when they become payable though cash is paid or not. അപ്പോൾ ക്യാഷ് പേ ചെയ്തോ പേ ചെയ്തില്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ക്യാഷ് പോയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ആ ഗുഡ്സ് പോയത് നമ്മൾ റെക്കോർഡ് ചെയ്യണം, ക്യാഷ് വരാത്തത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ആ പീരിയഡിൻ എൻഡിന് നമുക്ക് ആ സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് കിട്ടിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ചിലപ്പോൾ അത് നെക്സ്റ്റ് ഇയറിലേക്കായിരിക്കും ആ പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ബാഡ് ഡെറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം.
ഓക്കെ, ഇതിനെയാണ് നമ്മൾ ആക്യുറൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. The matching concept states that the revenue and the expense incurred to earn the revenue must belong to the same accounting period. അപ്പോൾ സെയിം ഇയറിൽ വരുന്ന റവന്യൂ ഇൻകം. So once the revenue is realized, the next step is to allocate it to relevant accounting period. ആദ്യം നമുക്ക് നമ്മുടെ ഇൻകം വരുന്നു, വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അത് ഏത് അക്കൗണ്ടിങ് പീരിയഡിലുള്ളതാണെന്നും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രോബ്ലം, ഒരു ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെൻസ് ആയിട്ടും റവന്യൂ ആയിട്ടും റെക്കോർഡ് ചെയ്തിട്ട് ഓവറോൾ കൂട്ടി നോക്കുക. അപ്പോൾ ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഓവറോൾ നോക്കുമ്പോൾ എത്രയുണ്ട്, 3,150 3150 രൂപയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, അത്ര ഉണ്ടാവില്ല, ഇവിടെ 2,900 ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു 250 കുറവ് വരുന്നുണ്ട്. ആ 250 ഇവിടെ എന്ത്, ഇവിടെ ഡെബിറ്റ് സൈഡ് വരികയാണെങ്കിൽ പ്രോഫിറ്റ്, ക്രെഡിറ്റ് സൈഡിലാണ് ഇവിടെ ഒരു ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിൽ ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ എസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചു തന്നിരിക്കാം, അതല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും 2 എണ്ണമൊക്കെ ആയിരിക്കും ചോദിക്കുക. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മീനിങ് അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എഴുതുന്ന സമയത്ത് എക്സാമ്പിൾ കഴിയുന്നതും കൊടുക്കാൻ നോക്കുക. എക്സാമ്പിൾസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ 10 കോൺസെപ്റ്റാണ് ഉള്ളത്. അപ്പോൾ ഈ 10 കോൺസെപ്റ്റിലും നിങ്ങൾ ആ 10 കോൺസെപ്റ്റിൻ്റെയും മീനിങ് എന്താണ്, അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഏത് കോൺസെപ്റ്റ് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. കൊടുക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിളും കൂടിയും കൊടുക്കും, നിങ്ങളുടേതായ രീതിയിലുള്ളൊരു എക്സാമ്പിൾ കൊടുത്താൽ മതിയാകും. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഈ മാച്ചിങ് കോൺസെപ്റ്റൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു 5 ട്രാൻസാക്ഷൻ ബേസ് ചെയ്ത് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കൊടുക്കുക. അതിൻ്റെ എക്സ്പെൻസ് പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോലെ നിങ്ങളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ്, അതിൻ്റെ ലോസ് എന്തൊക്കെയാണെന്ന് തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കണു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താങ്ക് യു.